കെഎസ്ആർടിസിയുടെ രക്ഷകൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തലകുനിക്കില്ല, ഇനി തലകുനിക്കാൻ ഇടവരുത്തില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ പ്രസ്ഥാനത്തെ ലാഭത്തിലാക്കുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഒറ്റ ദിവസത്തെ ലാഭം 3.29 ലക്ഷം രൂപയാണ് ഗണേഷ് കുമാറിന്റെ നേട്ടം. ഗണേഷ് കുമാറിന്റെ പുതിയ ഐഡിയ വമ്പൻ ഹിറ്റ് ആയതോടെ കൈയടിക്കുകയാണ് ജീവനക്കാരും. എന്നാൽ ഇതൊക്കെ തുടരുമ്പോൾ തന്നെ ഇനി കെഎസ്ആർടിസി ശമ്പള പ്രതിസന്ധിയിൽ തുടരില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഇതിനിടയിൽ പുതിയ ഇലക്ട്രിക് ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇടപെട്ടിട്ടുണ്ടെന്നും വേദി മാറ്റിയെന്നും ആരോപിച്ച് മുൻ മന്ത്രി ആന്റണി രാജുവും രംഗത്ത് വന്നിരുന്നു. ഇതോടെ ഇരുവരും തമ്മിലുള്ള രഹസ്യപ്പോര് പരസ്യമായിട്ടുണ്ട്. ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ വാങ്ങിയ 20 ഇലക്ട്രിക് ബസ്സുകളുടെയും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെയും ഉദ്ഘാടന വേദി അവസാന ഘട്ടത്തിൽ മാറ്റിയതാണ് പരസ്യ പ്രതികരണത്തിന് പ്രകോപനമായത്. അതേസമയം ഉദ്ഘാടന വേദി മാറ്റിയെന്ന വിവാദത്തിൽ പിന്നീട് മാധ്യമങ്ങൾ അഭിപ്രായം തേടിയെങ്കിലും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രതികരിച്ചിരുന്നില്ല. ഇലക്ട്രിക് ബസ് സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറിയും കെഎസ്ആർടിസി സിഎംഡിയുമായ ബിജു പ്രഭാകറും മന്ത്രിയും തമ്മിൽ നിലവിൽ ഭിന്നതയിലാണ്. സംസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. പകരം ഗതാഗത സെക്രട്ടറിയായി ലേബർ കമ്മീഷണർ കെ വാസുകിയുടെ പേരാണ് ഉയർന്നതെങ്കിലും അതും തീരുമാനമായിട്ടില്ല. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പരസ്യമായി ശാസിച്ചതിനെ തുടർന്ന് ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് മന്ത്രിയുടെ ചേംബറിലെത്തി രൂക്ഷമായി മറുപടി നൽകിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കെ.ബി. ഗണേഷ് കുമാർ വന്നതുകൊണ്ട് കെഎസ്ആർടിസിയുടെ നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: കെഎസ്ആർടിസിയുടെ ദാരിദ്ര്യം മാറുമെന്നും എല്ലാ 1-ാം തീയതിയും ശമ്പളം നൽകുമെന്നും മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് എല്ലാ തീരുമാനമാക്കിയിട്ടുണ്ട് എന്നുമാണ്. കൂടാതെ ഇലക്ട്രിക് ബസ്സുകളെല്ലാം റീഷെഡ്യൂൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നിലവിൽ പ്രതിസന്ധിയിലായ കെഎസ്ആർടിസി രക്ഷപ്പെടുമെന്ന് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഉറച്ച വിശ്വാസം തന്നെയാണ് ഈയൊരു ലാഭത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങിയതിന് പിന്നാലെ ഇതിന് മികച്ച പ്രതികരണങ്ങളാണ് ജീവനക്കാരിൽ നിന്നും ലഭിക്കുന്നത്. എടുത്തു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,831 രൂപ ലാഭിക്കുവാൻ കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസയാണ് ലാഭമാക്കിയത്. എന്നാൽ വകുപ്പ് മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈയൊരു മാറ്റങ്ങൾ നിലവിൽ വന്നത്. കെഎസ്ആർടിസി സംബന്ധിച്ചിടത്തോളം ശമ്പള പ്രതിസന്ധി മറികടക്കാൻ പറ്റുമെന്ന വലിയ വിശ്വാസം ഉടലെടുക്കുകയാണ്. ഇതോടെ കേരളത്തിലെ കെഎസ്ആർടിസി ഇനി കടക്കണിയിലാകില്ല എന്ന് തന്നെ വേണം പറയാൻ. തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരും കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഓപ്പറേഷൻസ് എന്നിവരും നടത്തിയ യോഗത്തിലാണ് റൂട്ട് റാഷണലൈസേഷൻ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിന് പിന്നാലെ ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെ തന്നെ വലിയ രീതിയിൽ വിജയം കണ്ടെത്തുവാനും സാധിച്ചു. എന്തു തന്നെ പറഞ്ഞാലും ഇനി കെഎസ്ആർടിസി തളരില്ല, അല്ലെങ്കിൽ പിന്നോട്ട് പോകില്ല എന്ന് വേണം പറയാൻ. കടക്കണിയിലാകുമെന്ന് പലരും പറയുമ്പോഴും ഉറച്ച വിശ്വാസം തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ കെഎസ്ആർടിസി വിഷയത്തിൽ പറയുന്നതും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി കെഎസ്ആർടിസി പിന്നോട്ട് പോകില്ല.